നമസ്കാരം. ICJ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ത്രേത കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഓപ്പൺഹൈമർ മികച്ച ചിത്രം. ബിൽക്കിസ് ബാനു കേസ് വിധി വന്നു. 11 പ്രതികൾ വീണ്ടും ജയിലിലേക്ക്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശീല വീഴും. 4ാമത് മഴവിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കോട്ടയത്ത് തുടക്കമായി. സിനിമാ വ്യവസായത്തിലെ പെൺകരുത്തായി ത്രേസ്യാമ്മ ജോർജ്. ഇടുക്കി ജില്ലയിൽ നാളെ ഹർത്താൽ. വാർത്തകൾ വിശദമായി. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഓപ്പൺഹൈമർ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, നടൻ, ഒറിജിനൽ സ്കോർ എന്നിങ്ങനെയുള്ള പുരസ്കാരങ്ങളെല്ലാം ഓപ്പൺഹൈമറിന് ലഭിച്ചു. ക്രിസ്റ്റഫർ നോളൻ മികച്ച സംവിധായകനും കിലിയൻ മർഫിയാണ് മികച്ച നടനായും തിരഞ്ഞെടുക്കപ്പെട്ടത്. ബിൽക്കിസ് ബാനു കേസ് വിധി വന്നു. 11 പ്രതികൾ വീണ്ടും ജയിലിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി ICJ ന്യൂസ് ഡെസ്കിൽ നിന്നും ഏഞ്ചൽ വിജു നമ്മളോടൊപ്പം ചേരുന്നു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ബിൽക്കിസ് ബാനു കേസിൽ 11 പ്രതികൾക്ക് ഗുജറാത്ത് സർക്കാർ നൽകിയ ശിക്ഷ ഇളവാണ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. 56 മിനിറ്റ് നീണ്ട വിധി പ്രസ്താവത്തിലാണ് ജസ്റ്റിസ് നാഗരത്ന വിധി പ്രഖ്യാപിച്ചത്. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്നും അവകാശമുള്ളത് വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രതികളോട് 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ICJ ന്യൂസിന് വേണ്ടി ഏഞ്ചൽ വിജു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശീല വീഴും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മമ്മൂട്ടിയാണ് മുഖ്യാതിഥി. അവസാന ദിവസം നടക്കുന്ന 10 മത്സരങ്ങളുടെ പോയിന്റ് നില ചാമ്പ്യൻ ജില്ലയിൽ തീരുമാനിക്കും. 4ാമത് മഴവിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കോട്ടയത്ത് തുടക്കമായി. മഴവിൽ വനിതാ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 4ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ചലച്ചിത്ര സംവിധായിക ശ്രുതി ശരണ്യം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം അനശ്വര തിയേറ്ററിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രമേളയിൽ 20 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ലോകം, ഇന്ത്യ, മലയാളം, പരസ്യം, നഷ്ടനായികമാർ, ഡോക്യുമെന്ററി എന്നീ വിഭാഗങ്ങളിലാണ് പ്രദർശനം. ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32-44 ആയിരുന്നു ഉദ്ഘാടന ചിത്രം. പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഡിവൈൻ ഇന്റർവെൻഷൻ എന്ന ചിത്രത്തോടെയാണ് പ്രദർശനം ആരംഭിച്ചത്. ഓരോ ചലച്ചിത്രങ്ങൾക്ക് ശേഷവും ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നുണ്ട്. നിത്യ വിനു, ന്യൂസ് ഡെസ്ക്, ICJ ന്യൂസ്. ഇനി നോക്കാം സിനിമാ വ്യവസായത്തിലെ പെൺകരുത്ത്. കേരളത്തിലെ ആദ്യ 12 ഡിജിറ്റൽ തിയേറ്ററിൽ ഒന്നായ ഇടുക്കി ഗ്രീൻലാൻഡ് തിയേറ്ററിന്റെ അമരക്കാരിയാണ് 75 വയസ്സുകാരിയായ ത്രേസ്യാമ്മ ജോർജ്. 1964 ആരംഭിച്ച് ഗ്രീൻലാൻഡ് തിയേറ്റർ 1980കളിലാണ് ത്രേസ്യാമ്മ ജോർജ് സ്വന്തമാക്കിയത്. ഭർത്താവിന്റെ മരണശേഷം 4 മക്കളുമായി ജീവിക്കാനുള്ള വരുമാന സ്രോതസ്സായിരുന്നു ത്രേസ്യാമ്മയ്ക്ക് ഈ തിയേറ്റർ. അന്ന് 32 വയസ്സുകാരിയായിരുന്ന ത്രേസ്യാമ്മ ജീവിതത്തിലെ പല ദുരിതങ്ങളെയും അതിജീവിച്ചാണ് മുന്നേറിയത്. പലപ്പോഴും വരുമാനം കുറഞ്ഞ് തിയേറ്റർ പൂട്ടുന്ന അവസ്ഥയിലെത്തിയിട്ടും ജീവിതം പഠിക്കാനുള്ള അവസരമായിട്ട് മാത്രമേ അതിനെയെല്ലാം കരുതിയിട്ടുള്ളൂ എന്ന് ത്രേസ്യാമ്മ പറയുന്നു. 2007 ഗ്രീൻലാൻഡ് സിനിമാസ് ഡിജിറ്റൽ തിയേറ്ററായി. മലയാള സിനിമ വ്യവസായത്തിൽ ഡിജിറ്റൽ സിനിമകളുടെ പ്രാധാന്യം എന്നതായിരുന്നു മൂത്ത മകന്റെ ഭാര്യ, കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ ലിജിമോൾ P. ജേക്കബിന്റെ ഗവേഷണ വിഷയം. അതിനും ഗ്രീൻലാൻഡ് തിയേറ്റർ നിമിത്തമായി. സോഷ്യൽ സയൻസിൽ ഗവേഷണ വിദ്യാർത്ഥിയും ഷോർട്ട് ഫിലിം മേക്കറുമായ ജോർജ് വർഗീസ് ത്രേസ്യാമ്മ ജോർജിന്റെ കൊച്ചുമകനാണ്. ന്യൂസ് ഡെസ്ക്, ICJ ന്യൂസ്, കോട്ടയം. ഇടുക്കി ജില്ലയിൽ നാളെ ഹർത്താൽ. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് LTF ഹർത്താൽ പ്രഖ്യാപിച്ചത്. കായിക വാർത്തകൾ. 2020 ക്രിക്കറ്റിൽ പുതിയ റെക്കോർഡിട്ട് ദീപ്തി ശർമ്മ. 2020 ക്രിക്കറ്റിൽ 1000 റൺസ് തികയ്ക്കുകയും 100 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ദീപ്തി ശർമ്മ. ഞായറാഴ്ച നടന്ന ഇന്ത്യ-ഓസ്ട്രേലിയ 2ാം T20യിലാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ ദീപ്തി ശർമ്മ റെക്കോർഡ് സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഓപ്പൺഹൈമർ മികച്ച ചിത്രം. ബിൽക്കിസ് ബാനു കേസ് വിധി വന്നു. 11 പ്രതികൾ വീണ്ടും ജയിലിലേക്ക്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശീല വീഴും. 4ാമത് മഴവിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കോട്ടയത്ത് തുടക്കമായി. സിനിമാ വ്യവസായത്തിലെ പെൺകരുത്തായി ത്രേസ്യാമ്മ ജോർജ്. ഇടുക്കി ജില്ലയിൽ നാളെ ഹർത്താൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.